കുട്ടികൾക്കും മുതിർന്നവർക്കും ആർത്തുലസിക്കാൻ ഇതാ മെറൈൻ ആൻഡ് റോബോട്ടിക് എക്സ്പോ റോബോട്ട് വേൾഡ് ഷൂസ് നവംബർ 30 മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകകൾ ആദ്യമായി ഇതാ പട്ടാമ്പി കൊളപ്പുള്ളിയിൽ. മെറീൻ ആൻഡ് റോബോട്ടിക് എക്സ്പോ ഗേറ്റ്വേ ഗ്രൗണ്ട് നിയർ ബസ് സ്റ്റാൻഡ്, പട്ടാമ്പി റോഡ്, കൊളപ്പുള്ളി. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തൃത്താല മണ്ഡലത്തിലും UDF മുന്നേറ്റം. 8 പഞ്ചായത്തുകളിൽ 5ഇടത്തും UDF ഭരണത്തിലെത്തി. 3ഇടങ്ങളിലാണ് LDFന് വിജയം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃത്താല മണ്ഡലത്തിലും UDF തരംഗം. നിയോജകമണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിൽ 5ഇടങ്ങളിലും UDF ഭരണത്തിലെത്തി. നിലവിൽ UDF ഭരിച്ചിരുന്ന പട്ടിത്തറ, ആനക്കര, ചാലിശ്ശേരി പഞ്ചായത്തുകളിൽ UDF ഭരണം നിലനിർത്തി. തൃത്താല പഞ്ചായത്ത് LDFിൽ നിന്നും UDF പിടിച്ചെടുത്തു. 10 വർഷത്തിനു ശേഷം കപ്പൂർ പഞ്ചായത്ത് ഭരണം UDF വീണ്ടും തിരിച്ചുപിടിച്ചിട്ടുണ്ട്. UDF ഭരണത്തിൽ നിന്ന് പരുതൂർ പഞ്ചായത്ത് തിരിച്ചുപിടിക്കാനായത് മാത്രമാണ് തൃത്താല മണ്ഡലത്തിലെ LDFിന് നേട്ടമായി ഉയർത്തി കാണിക്കാനുള്ളത്. തിരുവനന്തപുരം പഞ്ചായത്തും നാഗശ്ശേരി പഞ്ചായത്തും LDF നിലനിർത്തി. തൃത്താല പഞ്ചായത്തിൽ ആകെയുള്ള 19 വാർഡുകളിൽ UDF 13 സീറ്റ് കരസ്ഥമാക്കി. LDF ഇവിടെ 6 സീറ്റുകളിൽ ഒതുങ്ങി. ചാലിശ്ശേരി പഞ്ചായത്തിലെ 17 വാർഡുകളിൽ 9 വാർഡുകളിൽ വിജയിച്ച ഒരു സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ UDF ഭരണം നിലനിർത്തി. LDFന് 8 സീറ്റുകളാണ് ലഭിച്ചത്. പട്ടിത്തറ പഞ്ചായത്തിൽ 13 സീറ്റുകൾ കരസ്ഥമാക്കി UDF ഭരണം നിലനിർത്തിയപ്പോൾ LDF നേടിയത് 8 സീറ്റുകൾ. ആനക്കര പഞ്ചായത്തിൽ 9 സീറ്റുകൾ നേടി UDF അധികാരത്തിലെത്തി. ഇവിടെ LDF 7 സീറ്റുകൾ നേടി. ഒരു സീറ്റിൽ NDA സ്ഥാനാർത്ഥിയും വിജയിച്ചു. കപ്പൂർ പഞ്ചായത്തിൽ 13 സീറ്റുകൾ നേടി UDF ഭരണം തിരിച്ചുപിടിച്ചപ്പോൾ LDF 6 സീറ്റിലേക്ക് ചുരുങ്ങി. ഇവിടെ ഒരു സീറ്റിൽ SDP സ്ഥാനാർത്ഥിയും വിജയിച്ചിട്ടുണ്ട്. അതേസമയം നാഗശ്ശേരിയിൽ ഇത്തവണ മൃഗീയ ഭൂരിപക്ഷത്തോടെയാണ് LDF അധികാരം നിലനിർത്തിയത്. നാഗശ്ശേരിയിൽ ആകെയുള്ള 19 വാർഡുകളിൽ 16 സീറ്റിലും LDF തന്നെ വിജയം കരസ്ഥമാക്കി. 3 സീറ്റുകളാണ് UDFന് ജയിക്കാനായുള്ളൂ. പരുതൂർ പഞ്ചായത്ത് ഭരണം തിരിച്ചുപിടിക്കാനായത് LDF ക്യാമ്പിന് ആശ്വാസമായി. ആകെയുള്ള 18 വാർഡുകളിൽ 10 സീറ്റുകൾ നേടിയാണ് LDF പരുതൂർ പഞ്ചായത്ത് ഭരണം തിരിച്ചുപിടിച്ചത്. UDFന് 8 സീറ്റുകളും ലഭിച്ചു.